ഇന്ന് ഞായറാഴ്ച ആയിട്ടേ വീട് വരുന്ന പോകുന്ന വെച്ചാൽ വീട്ടിലെന്നേ കൊച്ചാപ്പാടുള്ള ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പം അതിന് പോവുക. ഒരു അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല വെയിലാട്ടാ. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആകെ മഴയായിരിക്കും, നല്ല അന്തരീക്ഷം. ഞാനതുകൊണ്ട് അലക്കി വാരി ഇതൊക്കെ ഇട്ട് പുറത്തിട്ടേക്കണം കേട്ടാ. അല്ലെങ്കിൽ ഞാൻ എവിടെയും പോവുകയാണെങ്കിൽ ഷീറ്റിൻ്റെ അടിയിലേക്ക് ഇട്ടേക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് മഴ പെയ്യോ ഇല്ല എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷൻ അടിച്ചാട്ടാ പോണത്. ഇന്ന് നമ്മൾ പോണത് നമ്മുടെ സ്കൂബിയുടെ ഒക്കെ കമ്പനിയില്ലേ, കിറ്റക്സിൻ്റെ 2 ടൈപ്പ് കമ്പനി ഉണ്ട്. ഒന്ന് ലിമിറ്റഡ്, ഗാർമെൻറ്റ്സ്. ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് ഒരു എൻ്റെ വീട്. അപ്പോൾ അതിന് മുമ്പിൽ കൂടെ പോകണേ കേട്ടോ. വെയിലൊക്കെ കാണുമ്പോൾ നല്ല സുഖം. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പം മെയിൻ റോഡിൽ ചെന്നു, നേരെ കിഴക്കമ്പലത്തിന് പോകാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് സാറാസ് കറി പൗഡേഴ്സ്. കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതൊക്കെ ഈ കമ്പനി മെയിൻ ബ്രാഞ്ച് വർഷങ്ങളുടെ പഴക്കമുള്ളതാട്ടോ. ഈ നാട്ടിൽ പലരും അവിടെയാണ് ജോലി ചെയ്തിട്ടുണ്ട്, പല പെൺപിള്ളേരും. ഇപ്പം അതൊക്കെ ഓർമ്മയായിട്ടുണ്ടാവും അവർക്കൊക്കെ, നല്ല ഓർമ്മകളായിരിക്കാം. അപ്പോൾ അതേ നമ്മളിന്ന് കുറുക്ക് വഴി നോക്കിയാണ് പോണത്. അങ്ങനെ സേവനപ്പടിക്ക് എത്തി. ഇന്ന് പൊതുവേ റോഡിലെ ആൾക്കാർ കുറവാണ്, നല്ല വർക്കിംഗ് ഒന്നും അല്ലല്ലോ, ഒന്ന് ഹോളിഡേ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ കുറുക്ക് വഴി ചാടി നേരെ പോണത് പൊയ്യക്കുന്നം വഴിയാണ് കേട്ടോ. റോഡൊക്കെ നല്ലതായതുകൊണ്ടാട്ടോ ഞാൻ, മെയിൻ റോഡും നല്ലതാണ്, പക്ഷേ അവിടെ ഇത്തിരി തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ കൂടെ പോകാത്തത്. ഇതിലാണെങ്കിൽ 2 സൈഡും പാടവും തോടും നല്ല രസമുള്ളതാട്ടോ. അതിൻ്റെ സൈഡിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്, പൊയ്യക്കുന്നം എന്നാണ് പറയണത് സ്ഥലത്തിന്. ഞാൻ എപ്പോഴും വീട്ടിൽ പോകുമ്പോൾ ഈ സൈഡ് നോക്കിയാൽ പോകാറ്, പെട്ടെന്ന് എത്തും. ഷോർട്ട് വഴിയാണ്, റോഡും നല്ലതാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് ചെല്ലുമ്പോൾ ഈ താറാവിന് ഇറച്ചിയും കോഴിയിറച്ചിയൊക്കെ ഇടുന്ന സ്ഥലമുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൊരു ചെറിയ ചായക്കട, അങ്ങനെ ചെറിയ സ്ഥലങ്ങളും കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ പാടത്ത് നേരത്തെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, ഇത്തവണ എന്തോ വിതച്ചിട്ടില്ല. അപ്പം നമ്മൾ നേരെ പോകുന്നത് കല്ലൻ്റെയൊക്കെ കൃഷ്ണൻ്റെ ആ ഭാഗത്തേക്ക്. ഈ ഭാഗത്താണ് മറ്റേ ബഷീറൊക്കെ വീടുള്ളത്. ഞാൻ വീട് കാണിച്ചില്ല, നേരത്തേലും കാണിച്ചിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങ് വളഞ്ഞ് ചെല്ലുമ്പോൾ കുറേ ഗോഡൗണ്, പിന്നെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്ത് തവിട്ട് പൊടി, എന്ത് ചെയ്യും? നോക്ക് മക്കളെ, വീട്ടിൽ നിന്ന് അപ്പോൾ പൊരിഞ്ഞ വെയിലായിരുന്നു. പകുതി എത്തിയപ്പോൾ കിടക്കണ മഴ പെട്ട് എന്ത് പോരാ. അപ്പം എന്ത് വേണം, മഴക്കാലമാണ്, ഒരു കൂട്ടെങ്കിലും കൈ പിടിക്കണമെന്ന് ഇതിന് മനസ്സിലാക്കാം. ഞാനിങ്ങനെയാണേ, വീട്ടിൽ നിന്ന് പോരുമ്പോൾ നല്ല വെയിലായിരിക്കും, പകുതി എത്തപ്പോൾ കൊതുകൊണ്ട് ഇവിടെ എവിടെയാ സ്ഥലം. എന്തായാലും പെട്ടു. നോക്കി ചീഞ്ഞ് പൗഡറൊക്കെ ഇട്ടൊക്കെ ഒലിച്ച് പോയി. ഇനിയിപ്പോൾ ഈ മഴ തോർന്നിട്ട് പോകാം അല്ലേ, പോക്കില്ലാണ്ട് എന്ത് ചെയ്യാനല്ലേ, ഇവിടെ ഇരിക്കാം, കൈ നോക്കി നിൽക്കാമല്ലേ. മഴ പൂർണ്ണമായിട്ട് മാറാൻ നിന്നില്ല കേട്ടോ. ഉമ്മുച്ചി വിളി തുടങ്ങി, നിങ്ങളെവിടെയാ, ഇവിടെ എല്ലാവരും വന്നു, നിങ്ങളെ കണ്ടില്ല. ആ വിളി കേട്ടപ്പോൾ തന്നെ ഞാൻ മഴ മാറാൻ നിന്നില്ല. പിന്നെ കാക്കയുടെയും പൂച്ചയുടെയും കല്യാണത്തിനുള്ള പോലെ വെയിലും മഴയും. അങ്ങനെ ഞങ്ങളുടെ കുഞ്ചാട്ട കനാലിൻ്റെ അവിടെ എത്തിയിട്ടോ, ഒച്ചടിച്ച് പോവാണേ. അപ്പം ഉമ്മച്ചി അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വിളിക്കുന്നുണ്ട്, എവിടെയാ എത്തിയെന്നു. അപ്പോൾ സ്പീഡൊന്നും കൂടി അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചൊരു കാര്യം കൂടി പറഞ്ഞ്, റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക, നീ ബഹളി പിടിച്ച് അതിൻ്റെ ഉള്ളിലൊന്ന് ചാടരുതിട്ടോന്ന്. അപ്പോഴാണ് ശരിയാണ് ഓർത്തത്, ഈ റോഡിൻ്റെ ഭംഗിയൊക്കെ ഉള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് എൻ്റെ അമ്പോ ഇതേ കണ്ടോ, എന്തൊക്കെയോ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കണ മട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇന്ത്യയുടെ മാപ്പ് കണക്കാണ് ഓരോ കുഴിയുടെയും ഷേപ്പ്. ഇവിടെ അടുത്താട്ടെ ഞങ്ങളുടെ കൊച്ചാപ്പാടെ മോളുടെയൊക്കെ വീടുള്ളത്. അവർക്ക് നടന്നങ്ങ് പോകാം, അവൾക്ക് കെട്ടിയൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ. സ്നേഹിച്ച് കെട്ടിയതാണ്. ഈ വളവത്ത് കാണുന്ന വീടാണ് അവളുടെ, ഈ പൂച്ച കയറി പോണതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അവളുടെ വീട് അതാണേ. അതിൻ്റെ മുമ്പിലൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുക. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോണ റോഡിൻ്റെ അവസ്ഥ. ഇനിയും ഉണ്ട് കേട്ടോ, തപ്പിട്ട് പൊടിയാണ്, നോക്കിയും പോയില്ലെങ്കിൽ നിലത്ത് കിടക്കും. നല്ല മഴ ഇവിടെ പെയ്തീർന്നു, വെള്ളം കെട്ടിക്കിടക്കണ കണ്ടറിയാം. അവിടെ ഞങ്ങളുടെ അവിടെ പിന്നെ കൃഷിയുണ്ട് കേട്ടോ, കപ്പയൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെയൊക്കെ ഇവിടെ ഈ ഇതൊക്കെയായിരുന്നു, നെല്ല് പുല്ല് വളർത്തണത് അങ്ങനെയൊക്കെ. ഇതാണ് എൻ്റെ വീടിൻ്റെയൊക്കെ ബാക്ക് സൈഡ്, ഞങ്ങളുടെ പഴയ തൊഴുത്ത്. ഇത് എൻ്റെ വീടിൻ്റെ എന്താ പറയുക, അങ്കണം. അവിടെ പോയി ഇരുന്നു. ഇത് വല്യപ്പാട കസേര, ഉമ്മച്ചിയുടെ വാപ്പാടെ കസേര കേട്ടോ. അപ്പോൾ അത് മരിച്ചതിൻ്റെ പിങ്കൂട് കൊണ്ടുവന്നു, അതിനകത്ത് ആങ്ങളെ ഇരിക്കാറ്. അപ്പോൾ ഞാൻ ഉമ്മച്ചീനെ നോക്കി, ഉമ്മച്ചിയെന്ന് പറഞ്ഞ് നോക്കാം, ഉമ്മച്ചി നിസ്കരിക്കായിരുന്നു.
പിന്നെ നമ്മുടെ ഫങ്ഷൻ നടക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ അതേ അനിയത്തിമാരും എൻ്റെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ നിന്ന് തള്ളു പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, തగ్గടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ പിള്ളേർ സെറ്റൊക്കെ ഇതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണു. പിള്ളേർ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി. അപ്പം ചിക്കൻ ബിരിയാണി എളിമിട്ട് തരാം കേട്ടോ, കഴിക്കാൻ കിടുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഫുഡ് അടിയുടെ തിരക്കിലാണ്. പിള്ളേർ സെറ്റൊക്കെ ഇതേ അവിടെ നിന്ന് കണകണാന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുക കേട്ടോ. പോവാൻ മനസ്സില്ല. ഉമ്മച്ചി പറയാം 2 ദിവസം കഴിഞ്ഞിട്ട് പോവാടി, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാടി. 2 ദിവസം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവർ പട്ടിണിക്കാവും. ഇവിടെയുള്ളവർ ചായ പോലും തിളപ്പിക്കാറിഞ്ഞൂടാത്ത ആൾക്കാരാണ്. ഞാനങ്ങനെ ഇട്ടിട്ട് പോകാറുമില്ല കേട്ടോ. പിന്നെ സ്കൂളില്ലാന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചിക്ക് ആ പറച്ചിൽ കൂടിയത്. അപ്പോഴും എനിക്കും മനസ്സില്ല ഒരു ഇതുണ്ട് കേട്ടോ, അവിടെ നിന്നാലെന്ന്. പക്ഷെ പിന്നോട്ട് വലിക്കണ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ളവർ ഒരു ചായ പോലും ഇട്ട് കുടിക്കൂല, പുറത്തും പോയി കഴിക്കൂല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചൊക്കെയാണെങ്കിൽ പോയി കഴിക്കും, അല്ലാണ്ട് ഒറ്റക്കൊന്നും പോയി കഴിക്കില്ല. വീട്ടിലെ ഫുഡാണ് മെയിനായിട്ട് കഴിക്കാറുള്ളൂ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയുടെ അഭിപ്രായമൊക്കെ എല്ലാവരും രേഖപ്പെടുത്തണം. പിന്നെ ഞാൻ ലൈവിലൊക്കെ വരുമ്പോൾ എന്നോട് എല്ലാവരും സംസാരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയാം. പിന്നെ നമുക്ക് കൂട്ടുകൂടാം, അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഇപ്പം ഇവിടെ ഒന്നും മഴ ചാറി. വീട്ടിൽ നിന്ന് പോന്നപ്പോൾ മഴ ഉണ്ടായില്ലായിരുന്നു.